അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും സുഖം തന്നെയാണ്. ഓക്കെ, ഇന്ന് നമ്മുടെ എത്രാമത്തെ പാടാണ്? എത്രാമത്തെ നോമ്പാണ്? ഓ, 10ാമത്തെ ആണ് അല്ലേ? എല്ലാവർക്കും 10 നോമ്പും 10ാമത്തെ നോമ്പും നോറ്റിട്ടുണ്ടോ? ഓ, മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ, സന്തോഷം. ഒരുപാട് കുട്ടികൾ ഈ 10ാമത്തെ നോമ്പ് നോറ്റിട്ടുണ്ട്. മാഷാ അല്ലാ, ബാറക്കല്ലാ. അല്ലാ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഇന്ന് ദ കീ ടു ജന്നയിൽ പറയുന്നത് റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഇത് ഏത് പ്രാർത്ഥനയാണ്? ഇതെപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥനയാണോ? പിന്നെ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? കമൻറ്റ് ചെയ്യ് പെട്ടെന്ന്. പെട്ടെന്ന് കമൻറ്റ് ചെയ്യാം. റബ്ബി റഹ്മുമാ കമാ റബ്ബയാനി സഗീറ എന്ന പ്രാർത്ഥന എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? ആർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്? ആർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മാഷാ അല്ലാ, മാഷാ അല്ലാ, എല്ലാവർക്കും അറിയാലേ? മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. എൻ്റെ രക്ഷിതാവേ, ചെറുപ്പത്തിൽ അവർ ഇരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ അവരോട് നീ കരുണ കാണിക്കണേ. നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചാണ് അവർ നമ്മളെ വളർത്തിയത്. അതുപോലെ അവർ അങ്ങേയറ്റം പ്രായത്തിലെത്തുമ്പോൾ അല്ലാ അവരോട് നീ കരുണ കാണിക്കണേ. അന്ന് അവരെനിക്ക് ചെയ്തതുപോലെ നീ അവരോടും കരുണ കാണിക്കണേ എന്നുള്ള അതിസുന്ദരമായിട്ടുള്ള പ്രാർത്ഥനയാണ് അല്ലേ? ഈ ഒരു പ്രാർത്ഥന നമ്മളെപ്പോഴും നമ്മുടെ ഉമ്മാക്ക് വേണ്ടിയും ഉപ്പാക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന കുട്ടികൾ ഹാൻഡ് റൈസ് ചെയ്യുക, താഴെ പേര് എഴുതുക. കമൻറ്റ് ബോക്സിൽ ഹാൻഡ് റൈസ് ചെയ്യുക, താഴെ പേര് എഴുതുക. മാഷാ അല്ലാ, മാഷാ അല്ലാ, ഒരുപാട് കുട്ടികൾ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ കള്ളം പറയാൻ പാടില്ല കേട്ടോ. കള്ളം പറഞ്ഞാൽ മുമ്പത്തെ മാർക്ക് പോയി. ഇനി മുതൽ സത്യം മാത്രം പറയുള്ളൂ എന്ന് പ്രതിജ്ഞ എടുത്ത കുട്ടികളാണ് നിങ്ങൾ ഓരോരുത്തരും. ഓക്കെ, മാഷാ അല്ലാ, ബാറക്കല്ലാ. ഇന്ന് സൂറത്തുൽ അലക്കിലെ 13-14 വചനങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അറഅയ്ത ഇൻ കാന ഇൻ കദ്ദബ വതവല്ല. നീ കണ്ടുവോ? ഇവിടെ പറയുന്നത് അറഅയ്ത ഇൻ കദ്ദബ വതവല്ല. നീ കണ്ടുവോ അവൻ വിരോധിക്കുന്നവൻ വ്യാജമാക്കുകയും തിരിഞ്ഞു കളയുകയുമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതേപോലെ അടുത്ത ആയത്ത് അലം യഅലം ബിഅന്നല്ലാഹ യറാ. അവൻ അറിഞ്ഞിട്ടില്ലേ അല്ലാഹു കാണുന്നുണ്ടെന്ന്. അപ്പോൾ ഇവിടെ ആരെ പറ്റിയാ പറയുന്നത്? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വ കൊണ്ട് ഉപദേശിക്കുകയാണ്, നേർമാർഗം പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം ആളുകളെ തെറ്റിപ്പിക്കുകയാണ്. അങ്ങോട്ട് പോകുന്ന, നന്മയിലേക്ക് പോകുന്ന ആളുകൾ അതിൽ നിന്നും മാറ്റി നിർത്തുകയാണ്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ പ്രവാചകനെ ഉപദ്രവിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആര് കാണുന്നുണ്ട്? അള്ളാഹു കാണുന്നുണ്ട്. അപ്പം നമ്മൾ നന്മകൾ ചെയ്യുമ്പോൾ അത് തടയുന്നത് ആര് കാണുന്നുണ്ട്? അള്ളാഹ് കാണുന്നുണ്ട്. അവർക്ക് എന്തുണ്ട്? അള്ളാഹ് ശിക്ഷ കൊടുക്കും. അങ്ങനെയാണ് ആർക്ക് ശിക്ഷ ലഭിച്ചത്? അബൂജഹലിന് പേടിപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് മാറിയത്. ചരിത്രങ്ങൾ വായിച്ചില്ലേ? ഓക്കെ, ഇൻഷാ അല്ലാ. എന്താണ് എങ്കിലും ചോദ്യം കമൻറ്റ് ബോക്സിൽ ഇടുക. ഇവർക്ക് പ്രത്യേകം സമ്മാനം ഉണ്ടാവും. ആരാണ് ആദ്യം കമൻറ്റ് ബോക്സിൽ ഇടുന്നത് അവർക്കാണ് പ്രത്യേകമായിട്ട് സമ്മാനം ഉണ്ടാകുക. എന്താണ് ഈ ബുക്കിൽ തന്നെ അവസാന പേജിൽ പറയുന്നുണ്ട്. എന്താണ് പ്രവാചകനെ ഉപദ്രവിക്കാൻ വേണ്ടി പോയപ്പോൾ ഉടനെ അബൂജഹൽ പിന്നോട്ട് ഓടി വരുന്നുണ്ട്. എന്ത് കണ്ടിട്ടാണ് അബൂജഹൽ പിന്നോട്ട് ഓടി വന്നത്? പുസ്തകത്തിൽ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഓരോന്ന് എഴുതി പോയിൻ്റാക്കി നമ്പർ ഇട്ട് എഴുതി ആരാണോ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എഴുതുന്നത് അവർക്ക് സമ്മാനം ഉണ്ടായിരിക്കും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ലെവലപ്പിൽ അല്ലാഹു നമുക്ക് ഓരോ കാര്യങ്ങൾ അത് അല്ലാഹ് തന്നിട്ട് തന്നെ ആകണം അല്ലേ? അല്ലാഹു തന്ന വലിയൊരു അനുഗ്രഹം എന്താ? നിങ്ങൾ ചോദിച്ചാൽ എന്താ പറയാ? ഉപ്പ, ഉമ്മ,
മാതാപിതാക്കൾ എന്നൊക്കെ ഇതുണ്ട് കുട്ടികൾ. മാഷാ അല്ലാ മാഷാ അല്ലാ. ഇസ്ലാമിലായി ജനിച്ചു. മാഷാ അല്ലാ. ഒരുപാട് കുട്ടികൾ പലതും പറയുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. മാഷാ അല്ലാ, നല്ല കുട്ടികളാണ്. അതേപോലെ കണ്ണിനെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെ കണ്ണിനെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഏറ്റവും നല്ല ഒരു സ്മാർട്ട് ഫോൺ എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര നല്ല ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിലും ഈ കണ്ണിൽ കാണുന്നത്ര കണ്ണിൻ്റെ ആ ഒരു ശക്തി പറയുന്നത് 576 മെഗാപിക്സൽ എന്നുള്ളതാണ്. അത്രത്തോളം എത്തേയില്ല. കണ്ണ് കൊണ്ട് നമുക്ക് ഏറ്റവും കൃത്യമായിട്ട് അതിൻ്റെ കളറും അതിൻ്റെ രൂപവും വ്യത്യസ്തമായിട്ടുള്ള വർണ്ണങ്ങളുണ്ട് അല്ലേ ഈ ലോകത്ത്, അതെല്ലാം കൃത്യമായി കാണാൻ കഴിയും എന്നുള്ളതാണ്. അതേപോലെ നമ്മുടെ ശരീരത്തെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ പറ്റി, ഇപ്പോൾ മൊബൈലും നമ്മുടെ ശരീരവും നമുക്കിങ്ങനെ താരതമ്യം ചെയ്ത് നോക്കുക. മൊബൈലാവുമ്പോൾ അതിന് സ്റ്റോറേജ് ഒരു പരിധി ഉണ്ട് അല്ലേ. കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ കയറ്റി കഴിഞ്ഞാൽ സ്റ്റോറേജ് ഫുള്ളാവും, പിന്നെ ഹാങ് ആവും. എന്നാലോ തലയിലോ എത്രയോ ചെറിയ കുട്ടികൾ ഹാഫിളീങ്ങളാണ്, ഖുർആൻ മുഴുവൻ പഠിച്ചു. എന്തെങ്കിലും പ്രയാസമുണ്ടോ അവർക്ക്? ഒരു പ്രയാസമില്ല. എത്ര നമ്മൾ പഠിക്കുകയാണെങ്കിലും അത്രയും വിശാലമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത്. നമുക്ക് എത്ര പഠിക്കുകയാണെങ്കിലും അതെല്ലാം ഉൾക്കൊള്ളാൻ മാത്രം ശക്തി നമ്മുടെ തലച്ചോറിനുണ്ട്, നമ്മുടെ ബ്രെയിനിനുണ്ട് എന്നുള്ളതാണ്. അതേപോലെ മൊബൈല് കുറച്ച് കഴിഞ്ഞാൽ ബാറ്ററി കഴിയൂലേ, ചാർജ് കുത്തണ്ടേ? എന്നാൽ നമുക്കോ, നമ്മൾ ഭക്ഷണം കണ്ട് കഴിച്ചാൽ മതി, ചാർജ് തന്നാലെ അല്ലാഹു തരും അല്ലേ. അള്ളാഹു എത്ര വലിയ അനുഗ്രഹമാണ് നമുക്ക് ചെയ്തു തരുന്നത്. അൽഹംദുലില്ലാ. നിരന്തരം അള്ളാഹുവിനെ സ്തുതിക്കണം. നമ്മളറിയണ്ടോ എൻ്റെ ചാർജ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാർജ് കുത്തലുണ്ട്? നമ്മൾ ഇല്ലല്ലോ. അപ്പം അള്ളാഹ് നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ശരിപ്പെടുത്തി തരികയാണ്. അതേപോലെ മൊബൈൽ വാങ്ങുകയാണെങ്കിൽ അതിന് നല്ല വിലയുണ്ട്, ലക്ഷങ്ങളുടെ മൊബൈലൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞ് അത് പഴയതാവും. പിന്നെ ഇത് മോഡലൊക്കെ കഴിഞ്ഞ് വേറെ മൊബൈൽ വാങ്ങിക്കോ എന്നൊക്കെ പറയും. എങ്കിൽ നമ്മുടെ കണ്ണോ അതങ്ങനെ പറയോ? ഇത് കണ്ണാണ്, ഞാൻ അത് ഒഴിവാക്കട്ടെ. അപ്പോൾ കുറേ കാലമായി 10 വയസ്സായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ നമ്മളെ കൂട്ടത്തിൽ. 10 വർഷമായി ഈ ഒറ്റ കണ്ണിലാണ് ഞാൻ, അങ്ങനെ ഈ 2 കണ്ണാണ് ആകെ ഉള്ളത്, ഇതാണ് ഒഴിവാക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കുമോ? ഇല്ല. കാരണം എന്താ? അത്രയും പ്രഷ്യസാണ്. അത്രയും വില നമുക്ക് നിർണ്ണയിക്കാൻ പറ്റാത്ത അത്രയും വലുതാണ്, അത്രയും വലിയ കാര്യമാണ്, വലിയൊരു അനുഗ്രഹമാണ് കണ്ണെന്നുള്ളത് അല്ലേ. അപ്പം നമ്മൾ നമ്മുടെ ശരീരത്തിനെ പറ്റി ചിന്തിക്കുക, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെ പറ്റി ഓരോന്നും നമ്മൾ ചിന്തിക്കുക. ഇനി ഡെയിലി സ്ട്രീക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഉപ്പക്കും ഉമ്മക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. ഇന്ന് പ്രവാചകൻ പഠിപ്പിച്ച ഹദീസ്, ഒരു പ്രാർത്ഥന എന്താണ്? റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറാ. ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കലുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ചാൽ പോയിന്റ് ഇടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓരോ കാര്യങ്ങളും പഠിക്കുന്നുണ്ടല്ലോ അല്ലേ. ഇൻഷാ അല്ലാഹ് QVPയിൽ ആരാണ് വലിയ സമ്മാനങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, റമളാൻ മാസത്തിലെ സൽക്കർമ്മങ്ങൾ പ്ലാൻ ചെയ്യാൻ റമളാൻ ക്വസ്റ്റ് കൂടെ ഉണ്ടല്ലോ. അതിനോടൊപ്പം വിസ്ഡം ബാലവേദി ഒരുക്കുന്ന ഒരു കുഞ്ഞു സർപ്രൈസ് ഇതാ. നമ്മുടെ ടീം ബാലവേദി യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന റമളാൻ ക്വസ്റ്റ് വീഡിയോകൾ കാണുക. അതിന് താഴെ കമന്റ് രേഖപ്പെടുത്തുക. കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 3 പേർക്ക് ദിവസവും സമ്മാനങ്ങൾ ലഭിക്കുന്നു. വേഗം തന്നെ വീഡിയോകൾ കാണൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ.